നമ്മളൊരു വലിയ കടലിന്റെ തീരത്താണ് ഇരിക്കുന്നത്. കായൽ തീരത്ത് നല്ല രസമുണ്ടോ? എപ്പോഴാ കേറിയെന്ന് ഓർമ്മയില്ല, കുറേ വർഷങ്ങൾ മുന്നേ. കേട്ടോ, ആദ്യമായിട്ട് വരുന്ന കണ്ടിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. നമ്മള് നല്ല അടിപൊളി ഒരു പ്ലേസിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല രസമുണ്ട്. തോപ്രാങ്കുടി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നേർച്ചയിടുവാണ്. നമ്മൾ എവിടേക്കെങ്കിലും ദൂരെയൊക്കെ യാത്ര പോകുന്നിടത്ത് ഒരു നേർച്ചയിടൽ പതിവുള്ളതാട്ടോ. വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇതുണ്ടോ, ഒരു ചേട്ടൻ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നത്. നമുക്ക് വണ്ടി എടുക്കാൻ നൂലിട പോലും ഗ്യാപ്പില്ലാതാണ്. മുന്നോട്ട് എടുക്കാനായിട്ട് ഇതുണ്ട്, മതിലെ മുട്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഹായ് അച്ഛാ, ഞങ്ങൾ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരു വലിയൊരു യാത്രയിലാണ്. ഞങ്ങൾ 3 പേരും, ഞാനും അവളും അന്നി, ആദ്യം മമ്മി ഇവിടെ. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ഞങ്ങളിവിടെ ഉണ്ടായിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഡ്രസ്സൊക്കെ മാറും കേട്ടോ. ഒരു കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സായിരിക്കും, ഡ്രസ്സെല്ലാം മാറും. ഡ്രസ്സെല്ലാം തേച്ച് മടക്കി വണ്ടിക്കകത്തുണ്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഫുൾ പാക്കിങ് ചെയ്തുകൊണ്ട് വണ്ടിക്കകത്ത് നിറച്ച സാധനങ്ങളാണ് കേട്ടോ. വണ്ടി ഇതുണ്ടോ, ബാഗും സാധനങ്ങളും എല്ലാം ഫുള്ള് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെങ്ങളും അളിയനും അവർ കൊച്ചും എല്ലാവരും കൂടി ഇപ്പോൾ തന്നെ ഇവിടെ വരും, കാരണം ഇവർ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്നാ വിശേഷം എന്നൊക്കെ പറയാം. ആദ്യം കാണാതെ വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഡി ആയപ്പോൾ തൊട്ട് നമ്മളെ ചുറ്റിപ്പറ്റി കുറേ നേരമായിട്ട് നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. അവനെ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നമ്മളെല്ലാം തുണിയൊക്കെ മാറുന്ന കണ്ടപ്പം അവന് മനസ്സിലായി എവിടെയോ ഇവർ പോകുക എന്നുള്ളത്. അപ്പോൾ കുറേ സമയമായിട്ട് അവനിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇന്ന് സ്കൂളിൽ വിട്ടില്ല, 2 ദിവസത്തേക്ക് അവനെ സ്കൂളിൽ വിടുന്നില്ല, കാരണം നമ്മൾ വേണം കൊണ്ടുവിടാനൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ വഴി വന്ന് കയറും, അല്ലെങ്കിൽ ഇവിടുന്ന് കരച്ചിൽ തുടങ്ങും ആദ്യം. അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറയാം. പോയിട്ട് വരട്ടെ ഞങ്ങൾ. ടാറ്റാ ബൈ പറഞ്ഞു. ടാറ്റാ ബൈ പറഞ്ഞു. ബൈ. അന്നെ കുഞ്ഞും ടാറ്റാ ബൈ പറഞ്ഞു കേട്ടോ. ഷിയോ എന്റെ ജൈവമേ. ഒരു ഉമ്മ വന്നേ ചക്കരെ, അപ്പച്ചൊരു ഉമ്മ വന്നേ. അപ്പൊ ഒരു ഉമ്മ വരട്ടെ. ഇനി വന്നതിന് മുത്തിന് പോട്ടാ, കൊച്ചുവരവേ. ടാറ്റാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ യാത്രയിൽ കുറച്ച് ദൂരെ യാത്രയാണ്. അതുപോലെ തന്നെ 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. അതാണ് യാത്രയുടെ പ്രത്യേകത. ഇന്നിപ്പോൾ നമ്മൾ തൊടുപുഴയാണ് പോകുന്നത്. തൊടുപുഴ പോയി അവിടുത്തെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം മേടിച്ച് പിന്നെ 2 ഡോക്ടർമാരെ കാണാനുണ്ട്. ഒന്ന് എനിക്ക് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടുള്ള ആസ്മയുടെ പ്രശ്നമുള്ള ആ ഡോക്ടറെ കാണണം. പിന്നെ ഈ അസ്ഥിയുടെ ഡോക്ടറെ ഓർത്തോയാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അസ്ഥിയുടെ പ്രശ്നമാണോ, എന്താണ് പ്രശ്നം എന്നറിയത്തില്ല. ഇങ്ങനെ ഈ ജോയിൻസിന് ഈ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കാരണം നമ്മൾ തളർന്ന് കിടന്നു പോകുന്നൊരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പോകും എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ പുറമേ കാണുന്ന ഈ ഡ്രസ്സൊക്കെ ഇട്ട് കാണുന്ന ആ ഒരു രീതിയല്ല. പ്രശ്നങ്ങൾ ഇച്ചിരി സീരിയസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 64 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ 57 കിലോ വെയിറ്റിലേക്ക് വന്നിട്ടുണ്ട്. വെയിറ്റ് കുറയുന്നുണ്ട് കണ്ടവാനം. അപ്പോൾ എന്തിൻ്റെ ആണോ പ്രശ്നമെന്ന് അറിയത്തില്ല. പിന്നെ നിലവിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 2 കൈയും പൊങ്ങത്തില്ല. ആ ഒരു പ്രശ്നമാണ്. നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചെറിയ ഒരു ഇത് ചെയ്യുന്നതിലൂടെ ഉണ്ടായ പ്രശ്നങ്ങളാണിത്. അതായത് വലിയൊരു തട്ടമുട്ടോ വന്ന വേദനകളല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ബലക്കുറവ് അതുകൊണ്ടാണോ ഇതിങ്ങനെ ഈ തൊടുന്നിടം ഈ ജോയിൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു കിണ്ടി മനസ്സിലായില്ലെന്ന് നമുക്കറിയാം. കാരണം ചുമ്മാ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും കുറേ ടെസ്റ്റുകൾ എടുക്കും, ഓരോ മരുന്നുകളും മാറി തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും ഒരു ഫലം കണ്ടില്ല. കാരണം നമ്മുടെ കറക്റ്റ് രോഗത്തിനുള്ള മരുന്നല്ല അവർ തരുന്നതെന്നാണ് അതിനർത്ഥം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക പ്രയോജനം കിട്ടുമെന്ന് ഓർത്താണ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് അവിടുന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്തായാലും അവരോട് വന്നോട്ടെ. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ചതേ ഉള്ളൂ. വെട്ടം വിളിച്ചുകൊണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ക്യാമറ തിരിച്ചു പിടിച്ചാണ് സംസാരിക്കുന്നത്, ഫോണിൻ്റെ ക്യാമറയാണ്. അപ്പോൾ എന്തായാലും അവരോട് വന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. 2 പേരൂടെ വരുന്നുണ്ട് കേട്ടോ. ആദ്യം കാണാതെ എങ്ങനെയോ വിളിച്ച് പാത്തൊക്കെ വന്ന് ആദ്യം കണ്ടുപിടി എന്നെ എടുക്കുക. എൻ്റെ ദൈവമേ, പാവമുണ്ട് കേട്ടോ. കേറിക്ക് പാവം കണ്ടില്ല, TV കണ്ടോണ്ടിരിക്കുക. അയ്യോ, ഡോർ പതുക്കെ അടയ്ക്കണേ, സൗണ്ട് പുറത്ത് പോവാതെ. അല്ല, ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ പാവം വിഷമിക്കും. സീറ്റ് വലിച്ചിട്ടാവോ പിടിക്കണം അവിടെ. അപ്പോൾ
അന്നെ കേറുവാ വന്നത് പാട്ട് വെച്ച് കേട്ടോ. അവര് വന്നു കഴിയുമ്പോ പിന്നെ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അന്നെ കേറിയത് പാട്ട് ഉണ്ടോ ഏടി പാട്ട് കേറിയത് പാട്ട് വെച്ച് കേട്ടോ. രണ്ട് കണക്കാ കേറുന്നത്. ആ വണ്ടിയുടെ സെറ്റയിലെ പണിയാൻ തുടങ്ങും. ഇതേ പണിതിട്ട് ഇത് പാട്ട് വെക്കും അന്നമ്മോ. അപ്പൊ ഓക്കെ, നമുക്ക് പോവാം. അപ്പൊ നമ്മള് ഇപ്പോ തോപ്രാംകുടി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നേർച്ചയിടുവാണ്. അപ്പൊ നമ്മള് എവിടേക്കെങ്കിലും ദൂരെയൊക്കെ യാത്ര പോകുന്നിടത്ത് ഒരു നേർച്ചയിടൽ പതിവുള്ളതാട്ടോ. അപ്പൊ നേർച്ചയൊക്കെ ഇട്ടു. നല്ല തെളിച്ചാട്ടോ ഇന്ന്. പക്ഷെ ആകാശം മൂടിയാ കിടക്കുന്നു. നമുക്ക് ആകാശം മൂടല, പക്ഷെ ഇവിടെ കൊണ്ട് നല്ല വെട്ടമല്ലേ. നമ്മുടെ തോപ്രാംകുടി ആട്ടോ, നമ്മുടെ തോപ്രാംകുടിയുടെ ആ ഒരു ഭംഗിയാണ് കാണുന്നത്. അന്നപ്പണ്ണത് എഴുന്നേറ്റ് ഇവിടെ ഇരുന്ന് ഭയങ്കര അഭ്യാസം. അതുകൊണ്ടോ ഇരിക്കുന്നു. ഇത്ര നേരം എന്റെ ഇവിടുത്തെ വണ്ടിയിൽ ഗീർ ഇടുവായിരുന്നു. വണ്ടി നിർത്തിയപ്പോ ഗീറിടല് നിർത്തി പിടിച്ചോളോ. കൈ പാടുവഴിയോ ഇല്ലായിരിക്കും അല്ലേ. എന്നിട്ടിപ്പോ നമ്മള് തോപ്രാംകുടി പള്ളി എത്തി. പക്ഷെ പുറത്ത് നല്ല മൂടലാട്ടോ. മൂടലാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. മൂടലാണേലും വെയിലുണ്ട്, വെയില് തെളിയുന്നുണ്ട്. ഈ പ്രദേശം കാണാൻ ഒരു ഭംഗിയുള്ളൂ. അതെ അതെ. നമ്മളെ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തപ്പോഴേ ഒരു സുഖമില്ലായിരുന്നു. അതിനെന്ന് വെച്ചാല് ഇവിടെ ഇച്ചിരി പെട്ടെന്ന് വലിച്ചൊക്കെ ഉണ്ട്. കാരണം മൊത്തം മരങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ അതാ ഞാൻ പറഞ്ഞേ, മൂടലാന്ന്. അതാ ഞാൻ പറഞ്ഞേ. മിക്കവാറും ഒന്ന് പോകുന്ന വഴിക്ക് മഴ പെയ്യും. അവരൊക്കെ വരുമ്പോഴത്തേക്കും മഴ പെയ്യും. അവരെ ഒരുങ്ങിയായിരുന്നു, തന്നെ ഇറങ്ങുമായിരിക്കും. ബൈക്കിനല്ലേ വരുന്നത്, അതാ കുഴപ്പം. കാറിനൊക്കെ കുഴപ്പമില്ല, മഴയൊന്നും വിഷയമല്ലേ. വണ്ടി കയറുന്നു. അപ്പൊ എന്തായാലും നമ്മള് തോപ്രാംകുടി സിറ്റിയിലെത്തി. അതെ, ഇനി നമ്മൾ ഇനി ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കുക, കാരണം 10:30 സമയം. 1 മണി വരെ ചീട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2.5-2.25 മണിക്കൂർ നമുക്ക് സമയം തൊടുപുഴയ്ക്ക് വേണം. വേഗം പോവുകയും വേണം. പിന്നെ അന്നക്കുട്ടി മിക്കവാറും ഇപ്പൊ കിടന്നുറങ്ങാൻ സാധ്യതയുണ്ട്. ഉറക്കത്തിന്റെ സമയമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുത്ത് വീഡിയോ എടുത്താൽ ഫോൺ എണീക്കും. എന്റെ ആഗ്രഹം സുഖമാണല്ലോ. നമ്മുടെ തോപ്രാംകുടി എത്തി. ഇനി നമ്മള് നല്ല തിരക്കാണ്. തിങ്കളാഴ്ചയാണ്. 10:28 10:30 ആയല്ലോടി. 1 മണിയാകുമ്പോഴത്തേക്ക് എത്തുവോ? ചീട്ട് എടുക്കണം. 1 മണിയാകുമ്പോഴത്തേക്ക് എത്തി. അതും പോകുന്ന വഴിക്ക് എനിക്ക് ഷർട്ട് മാറണം. പോകുന്ന വഴിക്കല്ല, അവിടെ ചെന്നിട്ട് വേറൊരു ഷർട്ട്, വെള്ള ഷർട്ട് ആയതുകൊണ്ട് അത് ചുളുങ്ങാൻ പാടില്ല. സീറ്റ് ബെൽറ്റ് ഇട്ട്. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമൊക്കെ ഉണ്ട്. ഭയങ്കര പാട്ടോ. ഇപ്പൊ വെള്ള ഷർട്ട് തന്നെ മതി എവിടെയും പോണേല്. വേറെ കളർ ഒന്നെങ്കിൽ വെള്ള അല്ലെങ്കിൽ ബ്ലാക്ക്, കറുപ്പ്, അല്ലാതെ വേറെ ഡ്രസ്സൊന്നും ഇപ്പൊ ഇഷ്ടമില്ല. അങ്ങനെ പലതായിട്ടുണ്ട്. അല്ല നേരത്തെ തൊട്ട് അങ്ങനെയാ. ഞാൻ വെള്ളയോട് എനിക്ക് നേരത്തെ കുറച്ച് കളർ ഡ്രസ് ഒക്കെ ഇടുമായിരുന്നു. ഇപ്പൊ കുറച്ച് കൂടി. ഇപ്പൊ കൂടി വീണ്ടും. അപ്പോ എന്നാ ശരിയല്ലേ. എന്നാ രസമോ നിങ്ങളെ ഇപ്പൊ വീഡിയോയിൽ കാണാനെന്നോ. അന്നക്കുട്ടി ഉറങ്ങിയില്ല. പിന്നെ അന്നേരം ഉറങ്ങിയത് എത്ര മണിക്കൂർ ഉറങ്ങി? അതെല്ലേ, 2.5 മണിക്കൂറോ? അത്ര നേരം ഉറങ്ങിയുള്ളൂ അല്ലേ? ഉച്ചക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേ. എന്നമ്മേ നീ നോക്കിയടി. അപ്പൊ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്നു. മരുന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഹലോ അന്നക്കുഞ്ഞേ, ഹായ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ വന്ന് ഒരു ഡോക്ടറെ കണ്ടു. ഒരു ഡോക്ടറെ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ ഡോസൊക്കെ കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡോക്ടറെ കാണാനുണ്ട്. ആ ചീട്ട് നമ്പർ 39. ആദ്യത്തെ ഡോക്ടർ 19 ആയിരുന്നു, 21 ആയിരുന്നു. ഇനി അടുത്ത ഡോക്ടറുടെ 39 ഇതുവരെ ചീട്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയാണ് വന്നിരുന്നത്. ഒരു മാങ്ങാപ്പഴമൊക്കെ പുളി കഴിച്ച് വന്ന വഴിക്ക് മാങ്ങാപ്പഴം മേടിച്ചു. അതൊക്കെ പുളി കഴിച്ച് നല്ല വിലക്കുറവാണ് കേട്ടോ. നീലം മാങ്ങയൊക്കെ 4 കിലോയ്ക്ക് 100 രൂപയാണ് ഇവിടെ കണ്ടത്. പക്ഷെ നമ്മൾ വേറെ ഇടത്ത് നിന്ന് മേടിച്ചാൽ 75-80 ഒക്കെയാണ് കിലോയ്ക്ക് വില. ഇവിടെ 4 കിലോയ്ക്ക് 100 രൂപ തൊടുപുഴയിൽ. അപ്പോൾ നമ്മൾ അതിന് അപ്പുറത്ത് വേറെ ഇടത്ത് നിന്നാണ് മേടിച്ചത്. അവിടെ 2 കിലോയ്ക്ക് 100 രൂപയ്ക്ക് മേടിച്ചു. അതും നല്ല അടിപൊളി മാങ്ങ. അത് നീലം മാങ്ങ എന്നാ പറഞ്ഞേ. 3 കിലോ 100 ഉണ്ട്. സേലം മാങ്ങ ഇരുമ്പുണ്ടായിരുന്നു. 3 കിലോ 100. നല്ല മുഴുത്ത അടിപൊളി മാങ്ങ കേട്ടോ. പക്ഷെ ഇവിടെ തൊടുപുഴ ടൗണിൽ കയറിയപ്പോൾ കണ്ടു നീലം മാങ്ങ 4 കിലോ 100 പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അതെങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. അത് നമ്മൾ മേടിച്ചില്ലേ. 2 കിലോ 100 മേടിച്ചിട്ട് നല്ല സൂപ്പർ മാങ്ങയാണ്. അപ്പോൾ ഞങ്ങൾ സാധനം ഞങ്ങൾ എന്നിട്ട് മാങ്ങാപ്പഴം ഇതുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ട്, ഇതാ നല്ല അടിപൊളി മാങ്ങാപ്പഴമാണ്. പിന്നെ അതെ, അതാണ് ഉച്ചക്കത്തെ ഭക്ഷണം. എന്നാ ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ. വേറെ ഭക്ഷണം ഇല്ലെന്ന്. ഭക്ഷണമില്ല. സമയം 1:45.
3 മണിക്ക് മുമ്പ് കണ്ട് ഇറങ്ങാമെന്ന് വിശ്വസിക്കുന്നു. ഒരിടത്തുനിന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചു കേട്ടോ. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. ഡോക്ടർ അവിടുന്ന് പുള്ളിക്കാരൻ ചെയ്യുന്ന മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ തന്നു. ഇനി അടുത്തടുത്ത് എന്നിട്ട് അവിടുന്ന് ഇത് തന്നെ ആയിരിക്കും തരുന്നത്, അതോ വേറെ ഡീറ്റെയിൽ ആയിട്ട് തരുന്ന പരിപാടി അറിയത്തില്ല. ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ അറിയത്തുള്ളൂ. നമുക്ക് വേറെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ചെയ്ത മരുന്നുകളുടെയൊക്കെ ഡീറ്റെയിൽ തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്, മരുന്നുകളുടെയും ടെസ്റ്റുകളുടെയും ഒക്കെ. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പെണ്ണിവിടുന്ന് അലമ്പുണ്ട്. പിന്നെ ആശുപത്രിയിൽ നിന്ന് അലമ്പുണ്ടാക്കാണ്. ഡോക്ടറെ കണ്ടിറങ്ങി. പിന്നെ ഒരു കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് എറണാകുളം പോകാനാണ് വിചാരിച്ചത്. എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതാണ് നാളെ. അപ്പോൾ ഇവിടുന്ന് ഈ ഡീറ്റെയിൽസ് എല്ലാം മേടിച്ചുകൊണ്ട് ഫുള്ള് സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പോയി ഡോക്ടറെ കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വേറൊരു ഡോക്ടറുടെ പേര് ഡോക്ടർ തന്നെ പറഞ്ഞു, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു നമ്പർ 1 ഡോക്ടറാണ്. അപ്പോൾ കേരളത്തിലെ നമ്പർ 1 ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ റുമാറ്റോളജിസ്റ്റ്. അതെ. അപ്പോൾ ഡോക്ടറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു അവിടെ പോയി എന്നാൽ ഒന്ന് കാണിച്ച് നോക്ക്. ആ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഭയങ്കര താമസമാണെന്ന് പറഞ്ഞു. ഒരു 2 ആഴ്ചയൊക്കെ പെൻഡിങ് ആണ്. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് സംസാരിക്കാൻ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇതുണ്ടോ ഒരു ചേട്ടൻ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നത്. നമുക്ക് വണ്ടി എടുക്കാൻ ഒരു നൂലിട പോലും ഗ്യാപ്പില്ലാതാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ആ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇനി നമ്മൾ ആ വണ്ടി തള്ളി മാറ്റാൻ പോകണം. ഇതിനകത്ത് ഞാൻ തള്ളാൻ പോയി കഴിഞ്ഞാൽ ഉരുണ്ട് വേണമെങ്കിൽ മുന്നോട്ട് എടുക്കാനായിട്ട് ഇതുണ്ട്. മതിലെ മുട്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇതിനിടയ്ക്കുന്ന് അതിസാഹസികമായിട്ട് എടുത്തുകൊണ്ട് പോകണം. എന്തായാലും ഞാൻ 1 ഇഞ്ച് വണ്ടി മുന്നോട്ട് പോകാനായി കഴിഞ്ഞാൽ പോകോട്ട് പോകാനിടയില്ല, മുന്നോട്ടും പോകാനിടയില്ല. ആ സൈഡിലും വണ്ടി, ആ സൈഡിൽ ഇത് ബൈക്ക് ഇരിക്കുന്നത് കേട്ടോ. ആ സൈഡിൽ ബൈക്ക് കാറും കേട്ടോ, ആ സൈഡിൽ കിടക്കുക. ഒരു രക്ഷയില്ല. ഫുള്ള് പാർക്കിങ് ഫുള്ളായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊന്നാലും കൊണ്ടുവച്ചപ്പോൾ ഒരു അരയടി ഇത്രയെങ്കിലും ഗ്യാപ്പിടായിരുന്നു. ഇത് മുട്ടിച്ച് ഉരുമി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ സാഹസികമായിട്ട് വണ്ടി എടുക്കാൻ പോകണം. അതിന് മുമ്പ് കഥ പറയാം. ഡോക്ടറെ കണ്ടിരിക്കുകയാണ്. ഡോക്ടറെ കണ്ടിട്ട് ഇതാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് വേണമെന്നുള്ള സംശയത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. എവിടെ പോകും? ഞങ്ങൾ എന്നിട്ട് അവിടേക്ക് വിളിച്ചു കേട്ടോ. ഈ പറഞ്ഞ ഡോക്ടർ ഷെനായി കൊച്ചി. അതെ. അപ്പം ഞങ്ങൾ വിളിച്ചു. യൂട്യൂബില് വീഡിയോ ഒക്കെ ഇടുന്ന ഡോക്ടറാന്നാ പറഞ്ഞത്. അതെ. അപ്പം നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ തന്നെ നമ്മളോട് പറഞ്ഞത്. യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന ഡോക്ടറാണ്. കേരളത്തിലെ നമ്പർ 1 റുമാറ്റോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഡോക്ടറെ വിളിച്ചപ്പോൾ ഇപ്പോൾ എങ്ങും അപ്പോയിൻമെന്റ് ഇല്ല. ഡോക്ടർ പറഞ്ഞായിരുന്നു ഭയങ്കര താമസമാണ് അപ്പോയിൻമെന്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 30-ാം തീയതി, ഇന്ന് വിളിച്ചപ്പോൾ അടുത്ത 11-ാം തീയതി ഇനി ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് ഉള്ളൂ. നമ്മൾ ഓർക്കും. ഇപ്പം നാളെ നമ്മൾ ആസ്റ്ററിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണോ ഈ ഡോക്ടറെ കാണാൻ പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പം എന്തായാലും ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. കാരണം നമ്മളെല്ലാ സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. സർവ്വ സാധനം താമസിക്കാനുള്ള. ഇന്നിപ്പം ഇവിടെ വന്ന് കാണിച്ച് തിരിച്ച് വീട്ടിൽ പോയി പിന്നെ നാളെ കൊച്ചിക്ക് വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമായി പോകും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മടുത്തു പോയി. ഇവിടെ നിന്നാണ് 10-60 കിലോമീറ്റർ ഉള്ളൂ. മറ്റേത് 120 ഇരട്ടി ഓടിക്കണം വണ്ടി നമ്മള്. അപ്പൊ അതാണ് ഇന്നിവിടെ കാണിച്ച് ഇവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചിട്ട് നാളെ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടെ കൊണ്ട് പക്ഷെ എല്ലാ പണിയും പാളിയിരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ വന്നേക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റിയോണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ. കാരണം നമ്മുടെ ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്, നമ്മളെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ തന്നെ. അപ്പൊ ആ ഡോക്ടർക്ക് അറിയാലോ എന്തായിരിക്കാം അവരുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് നല്ല ഡോക്ടേഴ്സ് ഏതാന്ന് അവർക്ക് അറിയാം. അതെ 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 അതെ. പിന്നെ അതുമല്ല നമ്മളിനി കാണിക്കാൻ പോകുന്ന ഡോക്ടറും എങ്ങനെയുള്ള ആളാന്ന് നമുക്കറിയില്ല. നമ്മളൊരു നല്ലൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഷോൾഡർ പെയിൻ ഒന്ന് കുറഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിച്ച് പോവാന്ന് വിചാരിച്ചാണ്. പിന്നെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു കേട്ടോ, നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഷോൾഡറിൽ. അതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന മരുന്നിന്റെ വേറൊരു ഭാഗമായിട്ട് നമുക്ക് ഇഞ്ചക്ട് ചെയ്യാന്ന് അവിടെ. പക്ഷെ അത് 3 ആഴ്ചത്തേക്കോ 6 ആഴ്ചത്തേക്കോ ഈ തണുപ്പൊക്കെ വരുമ്പോൾ കണ്ടവാനം തണുപ്പൊക്കെ വരുന്ന സമയങ്ങളിലേക്ക് കൂടുന്ന ആ സമയത്ത് ചെയ്യാനാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി മാറിയല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതെ. ഈ ഉണക്കമാടി വർത്താനം പറഞ്ഞോണ്ടിരുന്നു. ഗൈസ് ഇത്ര നേരം ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. വീഡിയോ പക്ഷെ ഓണായില്ല. നമ്മൾ നല്ല അടിപൊളി ഒരു പ്ലേസിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല രസമുണ്ട്. തൊടുപുഴയാറിന്റെ തീരത്ത്. അപ്പോൾ ഇതിന്റെ ഇവിടെ ഒരു അടിപൊളി ഒരു കട കണ്ടു. ആ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്.
അച്ചായൻ്റെ റിവർ വ്യൂ എന്ന് പറഞ്ഞൊരു കട, റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളിത് കണ്ടോണ്ട് ഈ ആറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നോണ്ട് ഫുഡ് കഴിക്കാമല്ലോ നോർത്ത്. അതെ അതെ, ഭക്ഷണം ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തു തരാം. നല്ല അടിപൊളി വ്യൂ ആ. അല്ല എന്നെ കുഞ്ഞെ എടുക്കട്ടെടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാം, കഴിച്ചിട്ട് വിശേഷം പറയാം കേട്ടോ. കഴിച്ചിട്ടെടുക്കാം. കൊച്ചിനെ അങ്ങോട്ട് മാറ്റി ആ ഇടിയാത്രത്തേക്ക് എറിഞ്ഞേക്കണം, എന്നിട്ട് താഴോട്ട് ചാടാവുള്ളൂ. നമ്മളൊരു വലിയ കടലിൻ്റെ തീരത്താണ് ഇരിക്കുന്നത്, കായൽ തീരത്ത്. നല്ല രസമുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല രസമല്ലേ. കയ്യിൽ ഞാൻ ഫോണ് പോയാൽ ആറ്റിക്കിടക്കും. നമ്മൾ പോയാൽ പിന്നെ നോക്കണ്ട, നമ്മൾ പോയാൽ തീർന്നു. നല്ല രസമാണ് കേട്ടോ, നല്ല രസമുള്ളൊരു ഹോട്ടല്, അടിപൊളി കാണാനായിട്ട് അല്ലേ. പ്രകൃതി രമണി ആസ്വദിച്ചു. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി. ഒന്നുമില്ല. ഞങ്ങൾ ഓരോ ബിരിയാണി പറഞ്ഞു കേട്ടോ, ബിരിയാണി ഓർഡർ ചെയ്തു. കൊച്ചിനുള്ളത് വേറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണി തരാട്ടോ, 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു താമസമുണ്ട്. കറുത്ത പ്ലേറ്റ് ചെളി പിടിച്ചറിയില്ല, ചെളി പിടിച്ചറിയില്ല. അതെ അതെ. അപ്പം നമ്മൾ തൊടുപുഴയാറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കഴിയാം കേട്ടോ. ഓ എൻ്റെ പൊന്നെ, ചിക്കൻ ബിരിയാണി. പാവം കൊച്ചി നോക്കുന്നു. നല്ല രസമല്ലേ, ബസ്സൊക്കെ അതിലേ പോകുന്നു. നമുക്ക് ഇനി പോയാലോ? നമ്മൾ KSRTC ഡിപ്പോ എടുത്താണ് നിൽക്കുന്നത് കേട്ടോ. തൊടുപുഴ KSRTC സ്റ്റാൻഡ് കാണാത്തവർ കണ്ടുകൊള്ളുക. നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ. നമ്മളിപ്പോൾ കയറിയ ഹോട്ടൽ പുഴയുടെ തീരത്തുള്ള ഹോട്ടൽ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ല ബിരിയാണി, നല്ല ഫുഡ്. ഒരു സെക്കൻഡ് പോക്കല്ല ഫോൺ. ഹായ്, അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ, എറണാകുളം പോവുകയാണ്. ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ നമുക്ക് വീണ്ടും പോയേക്കാന്ന്. അവിടെ പോയി ഹോസ്പിറ്റലിൽ കാണിച്ച് എന്തായാലും 2 ആഴ്ച ഉണ്ടല്ലോ. അതെ, ആ 2 ആഴ്ചക്കുള്ളിൽ കുറയുമോ ഇല്ലയോ എന്ന് നോക്കാം. അതെ, ഇല്ലെങ്കിൽ എന്തായാലും ഒന്നുകൂടെ വരാൻ പറയും ഇവര്. രണ്ടാമത് ചെക്കപ്പിന് വരാൻ പറയുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിലേക്ക് ഇവിടെയും കൂടെ നമുക്ക് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചിട്ട് വരാൻ തീരുമാനിച്ചു. കാരണം ഇപ്പൊ എന്തായാലും ഇവിടം വരെ ഇറങ്ങി ഇവിടുന്ന് ഒരു 60-70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ എത്തും. ഇനി ഈ വേദന വെച്ചോണ്ട് വീട്ടിൽ പോയി പിന്നെ കുത്തിയിരിക്കണല്ലോ. 2 ആഴ്ച ഇരിക്കണമല്ലോ നോക്കുമ്പോഴാണ് മടി. ഒരു ദിവസം നേരത്തെ റെഡിയായി പോവാണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. ഉറങ്ങി ഇതാ കിടക്കുന്നു. അന്നക്കുഞ്ഞ് ഉച്ചക്കത്തെ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പിന്നെ നമ്മള് തൊടുപുഴ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോൺ എടുക്കുന്നതിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം പാങ്ങില്ലാത്ത കൈ വെച്ചിട്ടാണ് അതിന്റേതായ റോഡ് നീണ്ടു നിവർന്നു. അതായത് നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്ന് വിട്ട് നാട്ടുപ്രദേശത്തേക്ക് എത്തിയപ്പോൾ ഒരു പ്രത്യേകതയാണല്ലേ. അതെ, റോഡിന്റെ ഭംഗി അത്രയും ഉണ്ടെന്നുള്ളതാണ്. നീണ്ടു നിവർന്ന കിടക്കുന്നത്, അതായത് വളവും വിളവില്ല. ഇല്ല, നല്ല അടിപൊളി സ്ട്രൈറ്റ് റോഡ്. കയറ്റവും ഉണ്ടോ അവിടെ? കയറ്റവും ഇല്ല, ഇറക്കവും ഇല്ല. അതെ അതെ അതെ, നിരപ്പല്ലേ, ഫുള്ള് നിരപ്പല്ലേ. കണ്ണത്തെ ഇങ്ങനത്തെ റോഡിൽ കൂടെ വണ്ടി എടുക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. വണ്ടി ഓടിക്കാനോ? ഞാൻ കൊച്ചിനെ പിടിച്ചിരിക്കാം. വേണ്ട വേണ്ട, പക്ഷെ എനിക്ക് പേടിയാ. ഭയങ്കര സ്പീഡല്ലേ വണ്ടികൾക്ക്. ഇഷ്ടംപോലെ ഇടയല്ലേ, ഒന്നും ഇടയുണ്ട്. ഇവിടെ കാല് കൊടുത്താലും പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ബ്ലോക്കിൽ വരുമ്പോഴേ ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് വരുമ്പോ ഓടിക്കാം. മറ്റൊരു പഴം കൂടി ഇപ്പൊ ഇറങ്ങിയ സീസൺ ആണോ? മംഗോസ്റ്റിൻ ഉണ്ടോ? അറിയത്തില്ല, സീസൺ ആയിരിക്കും. ഇപ്പൊ വഴി സൈഡിലൊക്കെ ഒരുപാട് പഴങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ പഴത്തിനും ഭയങ്കര വിലക്കുറവാണ്. സങ്കടം വരുന്നത് എനിക്ക്. കാരണം അതെ, നമുക്ക് അങ്ങോട്ട് ഭയങ്കര വില. മാങ്ങയ്ക്ക് പോലും വില ഭയങ്കര വ്യത്യാസമാണ്. ഈ സീസൺ സമയത്ത് പോലും 10-80 രൂപ കൊടുക്കണം 1 കിലോ മാങ്ങാപ്പഴത്തിന്. മാങ്ങയുടെ കാര്യം പോട്ടെ, പിന്നെ പച്ചക്കറികളും മീനും ഭയങ്കര വിലക്കുറവാട്ടോ ഇവിടെ. നമുക്ക് അതും അവിടെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര വിലയാണ്. നമ്മുടെ മുന്നിൽ അതോ ഒരു വണ്ടി തടസ്സമായിട്ട് നിപ്പുണ്ട്. വലിപ്പ പോലെ ഉള്ളിൽ തന്നെ ആയിരിക്കും വണ്ടി. കണ്ടെയ്നറാണ് അവിടെ കടലിൽ മുങ്ങിയത്. കുഞ്ഞിപ്പെണ്ണുള്ളതുകൊണ്ടും അവളെ ഇച്ചിരി നേരം ഒന്ന് പോകുമ്പോഴത്തൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനൊക്കെ വിട്ടില്ല. ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമല്ലേ രാവിലെ. അതിന്റെ അസ്വസ്ഥതയുണ്ട് അവക്ക്. പറന്ന് നടക്കുന്ന പരന്നല്ല പറന്ന്. നമുക്ക് ഓർഡർ ചെയ്യാല്ലേ? ഓ, ഇതാ വണ്ടി. ഓർഡർ ചെയ്താണ്. കൊച്ചിക്ക് 54 കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടുന്ന് കേട്ടോ. റോഡൊക്കെ ചെരിഞ്ഞു പോയല്ലേ. അപ്പൊ എന്തായാലും നമുക്ക്
തിരക്കില്ല കേട്ടോ, വഴി ഇടയ്ക്കിടയ്ക്ക് തുറന്നു കിടക്കും. അതെ, നല്ല വഴി കേട്ടോ. പെട്ടെന്ന് ചെല്ലുമായിരിക്കും. ഞങ്ങളുടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ആവുന്നതുകൊണ്ട് തിരക്ക് കൂടുമായിരിക്കും, കാരണം ഓഫീസൊക്കെ വിടുന്ന ടൈമല്ലേ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മള് നമുക്കിനി ഇടയ്ക്കൊക്കെ കാണാം. അതെ, ഇടയ്ക്ക് കാണാം. അപ്പൊ നമ്മള് ഇപ്പോൾ ആലുവയിലെത്തിയിരിക്കും. ആലുവയിലെത്തിയപ്പോ നമ്മുടെ വീഡിയോയിലെ വെട്ടം കണ്ടില്ലേ, അതായത് സമയം ഇപ്പോൾ 6:54 7 മണിയാവുന്നു. അതെ അതെ, അതിന്റേതായ രാത്രിയാ. ഞങ്ങളുടെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. തിരിക്കാൻ പറ്റുമോ? കൊച്ച് കൈ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഫോണ് തിരിക്കല് പാടായിരിക്കും അല്ലേ? പയ്യെ മതിയാ, പറ്റുന്ന പോലെ തിരിച്ചാൽ മതി. ആലുവ എവിടെയാ? റെയിൽവേ സ്റ്റേഷൻ ആണോ? ഇതോ KSRTC ബസ് സ്റ്റാൻഡ്. അങ്ങോട്ട് തിരിച്ചാലേ കാണുള്ളൂ. ഇതാ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ കൂടിയുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ. ഇവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷനിന്റെ അടുത്ത് കണ്ടത് എനിക്ക് തോന്നുന്നു. എന്തായാലും ആലുവയില് ഞാൻ ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. എന്തായാലും അത് നന്നായി. ഹലോ, അത് നന്നായിന്ന് പറയായിരുന്നു. നമ്മളല്ലാതെ വന്നിട്ടില്ലേ? പിന്നെ എറണാകുളം നമ്മൾ പോയിട്ടില്ല. ഇല്ലല്ലേ? എറണാകുളത്താകെ ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീഗാലാൻഡ് ടൂർ പോയപ്പോ ഒരു പ്രാവശ്യം വന്നു. 7ാം ക്ലാസ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വന്നു ഓർക്കുന്നുണ്ട്. അല്ലാതെ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. അങ്ങനെ മൊത്തം 4 പ്രാവശ്യം. അങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതും കുറെ നാളുകൾക്ക് മുന്നേ. ബോധമില്ല, അതിന്റെ ഒന്നും ഒരു ഓർമ്മയില്ലല്ലോ. എവിടെന്നാ? അന്ന് എറണാകുളം എന്നതാന്ന് പോലും അറിയില്ലാതെ ഞാൻ ആദ്യമായി എറണാകുളത്തേക്ക്. അപ്പം തമ്പിനി നാളത്തെ വീഡിയോയുടെ അയ്യോ, ആൾക്കാര് ആദ്യമായി ഗൾഫിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായി എറണാകുളത്തേക്ക്. അതെ അതെ, നല്ല രസമുണ്ട്. രാത്രിയായോണ്ട് വെട്ടം എല്ലാ കടകളിലൂടെ. എറണാകുളത്തിൽ ആലുവത്തിലേ ഉള്ളൂ. ഇനി കിടക്ക ഒരു 10-20 കിലോമീറ്റർ കാണുന്നതാണ് വിശ്വാസം. 20 ഗൂഗിൾ മാപ്പിൽ എത്ര കാണിക്കുന്നത്? ഗൂഗിൾ മാപ്പിൽ 23 മിനിറ്റ് ആലുവയ്ക്ക് അല്ല, എറണാകുളത്തിനല്ല. നമ്മുടെ മാപ്പൊക്കെ വെച്ചിട്ടാ പോകുന്നത്. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ അടുത്ത് എവിടെയെങ്കിലും പോയി റൂം എടുക്കുകയാണെങ്കിൽ നാളെ കുറെ താമസിച്ച് എണീറ്റ് പോയാൽ മതിയല്ലോ. അതെ, കൃത്യസമയത്ത് ഏറ്റു പോയാൽ മതിയല്ലോ. പിന്നെ പിന്നെ എത്ര എങ്ങനെയാണെന്നും അറിയില്ലാതെ നട്ടം തിരിക്കും. അതെ അതെ. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ? എറണാകുളത്തേക്ക്. ഉറങ്ങും കേട്ടോ, അതാ കൊച്ചി റോഡിനായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്കിനി എറണാകുളത്ത് ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളത്. അതെ, ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവര് അങ്ങോട്ട് കയറിയാൽ. ഫുഡികളായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എനിക്കറിയത്തില്ല ചായ. റെയിൽവേ സ്റ്റേഷൻ ഒന്നും അല്ല. ഇവിടെ കണ്ടാടി റെയിൽവേ സ്റ്റേഷൻ ആണോ? ഞാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. ഒരുപാട് എന്തായാലും ഇവിടെയുള്ള ഒരു സംഭവം ഭയങ്കര ഫേമസ് ആണ്. എന്നാന്ന് പറയാമോ? ഇവിടെയുള്ള ആലുവയോ? ആലുവ റെയിൽവേ സ്റ്റേഷൻ അല്ല, ആലുവ പാസ്പോർട്ട് ഓഫീസ് ഉണ്ട്. ആലുവ അടുപ്പുകൾ. ആലുവ അടുപ്പ് ആലുവ പുകയില്ലാത്ത അടുപ്പുകള്. അതെ അതെ അതെ. ഇവിടുന്ന് വന്നതായിരിക്കും അല്ലെ? ഈ പേരിൽ നിന്ന് വന്നോണ്ട് ഇവിടുന്ന് ഉണ്ടായതായിരിക്കും. അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പേരൊക്കെ ഓരോ സ്ഥലത്തിന്റെ പേരിട്ട് വിളിക്കണമെങ്കിൽ. അപ്പൊ ഇനി നമുക്ക് എറണാകുളത്ത് എത്തിട്ട് കാണാം അല്ലെ? നമ്മളിപ്പോൾ മെട്രോയുടെ അടിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവ മെട്രോ പോയി കണ്ടിട്ടില്ല അല്ലേ? സ്റ്റേഷനാ? ആണോ? മെട്രോ സ്റ്റേഷനാ? സത്യം പറയല്ലേ, ഞാൻ പുളിഞ്ചോട് ഓരോ സ്ഥലത്തിന്റെ പേരാണ്. മെട്രോ കേട്ടിട്ടില്ല? ഞാൻ ഇതുവരെ മെട്രോയിൽ കേറിയിട്ടില്ല. ഇതുവരെ മെട്രോയിൽ കേറിയിട്ടില്ല. ഞാൻ മെട്രോയിൽ കേറിയിട്ടുമില്ല, മെട്രോ കണ്ടിട്ടുമില്ല. മെട്രോ ശരിക്കും കാണുന്നത് ടിവിയില് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആഗ്രഹം സാധിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നാളെ സമയം പോലെ. എനിക്കറിയില്ല, എനിക്ക് പേടിയാ മെട്രോയിൽ കയറാനോ? പണ്ട് എനിക്കൊരു സാധനത്തെ കയറാൻ പേടിയായിരുന്നു. എന്നാന്നറിയാമോ? അല്ല, എക്സ്കലേറ്ററില്. അത് പക്ഷെ കയറി പേടി പോയി.
പക്ഷെ ഇത് പേടിക്കാനൊന്നുമില്ല. ഇത് നമ്മളറിയ പോലും ഇത് അറിയത്തില്ല. അങ്ങനെയല്ല കേറാനേ. മെട്രോ എന്ന് പറഞ്ഞാൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് കറക്റ്റ് സമയത്ത് ട്രെയിൻ പോലെയല്ലേ എടുത്തു പോകൂലേ? അത് പോകും. പെട്ടെന്ന് കേറിയില്ലേ? പെട്ടെന്ന് കയറിയില്ല, പിന്നെ അത് അതിന്റെ വഴിക്ക് പോകും. അപ്പൊ നമ്മൾ ആ കേറുന്ന സമയത്താണ് അത് എടുക്കുന്നതെങ്കിലും അങ്ങനെ പോവാല. കറക്റ്റ് അത് ഉണ്ട്. ലോക്ക് ആയതിനു ശേഷമേ പോകുള്ളൂ. എന്തോ അങ്ങനെ എനിക്കൊരു പേടി. ഓൾറെഡി അടുത്ത സ്റ്റേഷനാന്ന് തോന്നുന്നല്ലേ ഇത്? ഇത് അടുത്ത സ്റ്റേഷൻ. അതായത് നീണ്ട ഒരു വഴി. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷന്റെ പേര് കമ്പനിപ്പടി. അത് കഴിഞ്ഞിട്ട് ഓരോ പെട്ടി കാണാം. അത് സ്റ്റേഷൻ രസമാണേ. കാരണം കയറി ഇറങ്ങി വരാനൊക്കെ ഞാൻ കേറിയിട്ടുണ്ട് ഇവിടുത്തെ. അതില് എപ്പോഴാ കയറിയെന്ന് ഓർമ്മയില്ല. കുറേ വർഷങ്ങൾ തന്നെ. ഈ സൈഡിലെ കടകളൊക്കെ സ്വർണ്ണത്തെ പൊളിച്ചത് ഭ്രാന്തായി കേട്ടോ. എറണാകുളം കണ്ടപ്പോഴത്തേക്കും സ്വർണ്ണത്തിൽ വിളിച്ചിരിക്കുന്ന കടകളെന്നൊക്കെ ആദ്യമായിട്ട് വരുന്ന കണ്ടിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോ എന്തൊക്കെ കാണുമോ ദൈവമേ. സ്വർണ്ണത്തിൽ വിളിച്ചിരിക്കുന്ന കടയും കായലും ഒക്കെ കണ്ട് ദൈവമേ. കോഴിക്കോട് പക്ഷെ മെട്രോ ഇല്ല. അതൊന്ന് കട്ട് ചെയ്തിട്ട് മുഖത്തേക്ക് തിരിച്ചു പിടിച്ചിട്ട് മുഖം ഒന്ന് കാണാൻ പറ്റുമോ? എന്റെ മുഖം കാണത്തില്ല. എന്റെ മുഖം കാണിച്ചിട്ട് കാണുന്നില്ല. ഞാൻ ഓടി നീ എന്നെ അങ്ങനെ അടുത്ത സ്റ്റേഷൻ. ഞാൻ അങ്ങോട്ട് അതാന്ന് പറയുമ്പോഴേക്കാണ് നോക്കിയിട്ടുണ്ട്. എലിയിലും പോകും. അങ്ങോട്ട് ഞാൻ നോക്കൊന്നും വേണ്ട. പിന്നെ എന്തിനാ സ്റ്റേഷൻ? അമ്പാട്ടുകാവ് യൂണിമണി. അമ്പാട്ടുകാവ് യൂണിമണി. ഓരോ സ്റ്റേഷനുണ്ട് വാതില് എൻട്രൻസ്. വാതിലായിരുന്നല്ലേ? ഞാൻ കണ്ടില്ല. ഭയങ്കര തെറ്റപ്പാ. രണ്ട് സൈഡും ഉണ്ട്. സൈഡിലും ഉണ്ട്. രണ്ട് സൈഡിലുള്ള ആൾക്കാരും കയറുണ്ട്. എല്ലാ സൈഡിലുള്ള ആൾക്കാർ ഇവിടെ വരണ്ടേ കയറാനായിട്ട്. എന്തായാലും നമുക്ക് എറണാകുളത്ത് എത്തായിട്ട് കാണാം. അതിന് മുന്നെയാണ് ഇത് കണ്ടത്. അന്നേരമാണ് മിന്നി തിളങ്ങുന്നു. ടിപ് ടോപ്പ് കട മിന്നി തിളങ്ങുന്നു. ഇടിമിന്നൽ അടിക്കുന്ന പോലെ ഉണ്ട് കടക്ക്. മെട്രോ തിരിയുന്നുണ്ടോ? തിരിഞ്ഞു പോവാമോ? അങ്ങോട്ടും പോകുന്നുണ്ട്. അത് എങ്ങോട്ടാന്ന് എനിക്ക് അറിയില്ല. അല്ല ഇത് വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവോ? അത് ഇല്ലേ വന്ന് ഇങ്ങോട്ട് പോകും. വളഞ്ഞ് അങ്ങോട്ട് പോകും. ട്രെയിൻ പോലെയല്ലേ? അപ്പൊ എന്തായാലും രണ്ടായിട്ട് തിരിഞ്ഞില്ലേ? ഇവിടെ കണ്ടു രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. വീതി കൂടുതലാണ്. 2 പേർക്ക് വരാനായിരിക്കും. ഒരേ സമയം വന്നിട്ടേ എന്തോ അടുത്ത സ്റ്റേഷൻ എത്തിയാണ്. മുട്ടം നമുക്ക് അങ്ങേറ്റം ഇങ്ങേറ്റം ഒരു ടിക്കറ്റ് എടുക്കാം. ഏതായാലും ഒരറ്റത്തുനിന്ന് എന്നിട്ട് പോയി അങ്ങേറ്റത്ത് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. ആർക്കറിയാം. ഇതുണ്ട് രണ്ട് രണ്ടെണ്ണം മേളിൽ കൂടെ പോകുന്നുണ്ട്. അത് മുട്ടുന്നുണ്ട് അവിടെ. എന്തായാലും എന്റെ കൈ കഴിച്ചു. ഞാൻ നിർത്തുവാണ്.